ദേവതയും ഗുരുവും തമ്മിൽ രണ്ടാണ്. ഒരിക്കലും ദേവതയും ഗുരുവും ഒന്നല്ല. ഗുരു എന്ന് പറഞ്ഞത് നമുക്ക് ഒരു ആത്മാവാണ്, ആത്മാവിൻ്റെ ചൈതന്യമാണ്, ദേവതേനേക്കാൾ പ്രിയപ്പെട്ടതാണെന്ന് മാത്രം. ദേവത എന്ന് പറയുമ്പോൾ ഈ ഗുരുവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട, അതായത് അവിടെ കൊണ്ടുവച്ച ഉപാസിച്ച ദേവതയാണ്. ആ ദേവതയ്ക്ക് ചൈതന്യമാണ്, ഇതിന് സങ്കല്പ രീതിയാണ്. അപ്പം ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ഏതൊരു കുടുംബക്ഷേത്രത്തിലെയും ആ ഗുരുവിനെ പൂജ ചെയ്യുക അവിടെയുള്ള ആൾക്കാരാണ്, അതായത് ആ കുടുംബത്തിലെ ആൾക്കാരാണ് അവിടെ പൂജ ചെയ്യുക. ആ ഗുരുവിന് പ്രത്യേകിച്ച് കുടുംബക്കാവുകളിൽ പൂജ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം, സങ്കല്പ രീതിയിൽ അവിടുത്തെ കാരണവന്മാർ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കർമ്മം ചെയ്താൽ അതാണ് ആ ദേവത, ആ ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. വിശ്വാസപ്രകാരം ഭക്തിയോടുകൂടി എന്ത് വെച്ചു കൊടുക്കുന്നതോ അത് ആ ഗുരു സ്വീകരിക്കും. ആ ഗുരു സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ദേവതയ്ക്കും പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം കിട്ടും. കാരണം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഗുരു തന്നെയാണ്. അപ്പോൾ ആ ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് പ്രധാനം. അതിന് പ്രീതിപ്പെടുത്താനുള്ള പ്രധാന കാരണം, ഗുരു എങ്ങനെയാണ് ഉപാസിച്ചത്, എങ്ങനെയാണ് കൊണ്ടു നടന്നത് എന്ന് വളരെ സൂക്ഷ്മപരമായി ചിന്തിച്ച് ആ സശ്രദ്ധം, അതായത് ശ്രദ്ധയോടുകൂടി നമ്മൾ അത് കർമ്മങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങൾ പരിപൂർണമായി കിട്ടും. പക്ഷേ രണ്ട് രീതിയിലുള്ള ചൈതന്യമാണ്. ഒന്ന് ആത്മാവും മറ്റൊന്ന് ദേവത ഈശ്വര ചൈതന്യമാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം.